പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ദേശീയ വരുമാനം കണക്കാക്കൽ, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ഇതിനെക്കുറിച്ചാണ്. മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഈ പാഠത്തിൽ നിന്നും പരീക്ഷയ്ക്ക് 5 മുതൽ 8 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. നമുക്കറിയാം, the estimation of national income is a very difficult task for every economy. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ദേശീയ വരുമാനം കണക്കാക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. Still, every economy they estimates their own national income in every year. എന്നാലും എല്ലാ രാജ്യങ്ങളും അവരവരുടെ ദേശീയ വരുമാനം വർഷാവർഷങ്ങളിൽ കണക്കാക്കാറുണ്ട്. To calculate national income in India, the first attempt was made by Dadabhai Naoroji. ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയ വ്യക്തിയാണ് ദാദാബായ് നവറോജി. ഹി ഈസ് ആൾസോ നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അല്ലേ? അദ്ദേഹത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? യെസ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഏറെ ബുദ്ധിമുട്ടിയിട്ട് പോലും ഓരോ രാജ്യവും അവരവരുടെ ദേശീയ വരുമാനം കണക്കാക്കാറുണ്ട്. എന്തിനു വേണ്ടി? വാട്ട് ഫോർ? യെസ്, ദ ഫസ്റ്റ് റീസൺ ഈസ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രോത്ത് ഓഫ് എൻ ഇക്കോണമി. To understand the growth of an economy, every country must know about their national income. ഓരോ രാജ്യവും അവരുടെ വളർച്ചയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് they must know about their national income. അവരുടെ ദേശീയ വരുമാനം അറിഞ്ഞേ തീരുള്ളൂ. അല്ലേ? യെസ്, the second reason is that to understand the health of an economy, to understand the current position of the economy, to understand the current state of an economy. ഒരു രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് ഓരോ രാജ്യവും അവരുടെ ദേശീയ വരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലേ? യെസ്, the third reason is that to limit unemployment. To limit unemployment, തൊഴിലില്ലായ്മ വരുതിയിൽ വരുത്തുന്നതിനായിട്ട് every country must know about their national income. ഓരോ രാജ്യവും അവരുടെ ദേശീയ വരുമാനത്തെക്കുറിച്ച് അവബോധമുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ അവർക്ക് വരുതിയിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. The fourth reason is that to maintain പ്രൈസ് സ്റ്റെബിലിറ്റി ഇൻ ആൻ ഇക്കോണമി. ഒരു രാജ്യത്ത് വില സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായിട്ട് എവറി കൺട്രി മസ്റ്റ് നോ അബൌട്ട് ദെയർ നാഷണൽ ഇൻകം. ഓരോ രാജ്യവും അവരവരുടെ ദേശീയ വരുമാനം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ സമ്പദ് വ്യവസ്ഥയിൽ വില സ്ഥിരത ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ നാഷണൽ ഇൻകം? എന്താ ദേശീയ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? The total money value of all goods and services produced by an economy during a year. അല്ലേ? ഒരു രാജ്യം ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഈ ദേശീയ വരുമാനം നോക്കിക്കൊണ്ട്, ഈ ദേശീയ വരുമാനം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് രാജ്യത്തിലെ വില വർദ്ധിച്ചിട്ടുണ്ടോ അല്ല വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇൻ ഓർഡർ ടു കീപ് പ്രൈസ് സ്റ്റെബിലിറ്റി ഇൻ എൻ ഇക്കോണമി, എവറി കൺട്രി മസ്റ്റ് നോ അബൌട്ട് ദെയർ നാഷണൽ ഇൻകം. ഇങ്ങനെ മർമ്മപ്രധാനമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ രാജ്യത്തിന് അറിയണമെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൽ ആസൂത്രണം നടപ്പിലാക്കണമെങ്കിൽ എവറി കൺട്രി മസ്റ്റ് കാൽക്കുലേറ്റ്, എവറി കൺട്രി മസ്റ്റ് എസ്റ്റിമേറ്റ് ദെയർ നാഷണൽ ഇൻകം പീരിയോഡിക്കലി, ദാറ്റ് മീൻസ് ഇൻ എവറി ഇയർ. ഈ പാഠത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 മെത്തേഡുകളാണ് പരാമർശിക്കുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പേ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും കോൺസെപ്റ്റ്സ്, ഏതാനും ആശയങ്ങൾ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിനായി നമുക്ക് ഒരു വീഡിയോ കാണാം. Some basic concepts of macroeconomics. ഫൈനൽ ഗുഡ്സ് അഥവാ അന്തിമ ഉൽപ്പന്നങ്ങൾ. The goods which are used only for final consumption
and which do not pass through further production stage. അന്തിമ ഉപഭോഗത്തിന് മാത്രം ഉപയോഗിക്കുന്ന വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത വസ്തുക്കളാണ് അന്തിമ ഉൽപ്പന്നങ്ങൾ. ഭക്ഷണമായാലും ഉപഭോക്താവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർ ആയാലും വസ്ത്രമായാലും ഇവയൊന്നും തന്നെ വീണ്ടും ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നില്ല. അതിനാൽ ഇത്തരം വസ്തുക്കൾ ഫൈനൽ പ്രൊഡക്ട്സിന് അഥവാ അന്തിമ വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള ഉൽപ്പന്നങ്ങൾ. ഗുഡ്സ് യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് അതർ ഗുഡ്സ് ആർ കോൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. മറ്റൊരു സാധനത്തിൻ്റെ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അന്തരാള വസ്തുക്കൾ. വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അന്തരാള വസ്തുവാണ് ഇഷ്ടിക. നൂലുൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അന്തരാള വസ്തുവാണ് പരുത്തി. കാർപ്പറ്റ് ഉൽപാദനത്തിനായി നാം ഉപയോഗിക്കുന്ന അന്തരാള വസ്തുവാണ് കയർ. ഇവയെല്ലാം അന്തരാള വസ്തുക്കൾക്കുള്ള ഉദാഹരണങ്ങളാണ്. കൺസംഷൻ ഗുഡ്സ് അഥവാ ഉപഭോഗ വസ്തുക്കൾ. Consumption goods are those goods which are directly used for satisfaction of human wants. These are not used in the production of other. It may be durable or non-durable. വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത ഉപഭോക്താവ് തൻ്റെ തൃപ്തിക്കായി നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഉപഭോഗ വസ്തുക്കൾ. ഇവ ഈടുള്ളതും ഈടില്ലാത്തവയും ആകാം. ഉപഭോക്താവ് തൻ്റെ സംതൃപ്തിക്കായി വാങ്ങുന്ന എന്നാൽ വീണ്ടും ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത ദീർഘകാലം ഈടുനിൽക്കുന്ന സാധനങ്ങളാണ് ഫ്രിഡ്ജും കമ്പ്യൂട്ടറും. എന്നാൽ തൻ്റെ സംതൃപ്തിക്കായി വാങ്ങുന്ന വീണ്ടും ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത ഈടുനിൽക്കാത്ത സാധനങ്ങളാണ് പാൽ, ഐസ്ക്രീം എന്നിവ. ഇവ കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ വസ്തുക്കൾക്കുള്ള ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ മൂലധന വസ്തുക്കൾ. ഗുഡ്സ് വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് അതർ ഗുഡ്സ് ആർ കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന വസ്തുക്കളുമാണ് മൂലധന വസ്തുക്കൾ. ഫാക്ടറി, ട്രക്ക് എന്നിവ വീണ്ടും വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്താവുന്ന വസ്തുക്കളാണ്. അതിനാൽ ഇവയെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. ഇനി നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് ബ്രോഡ്ലി ഇൻടു ടു: ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. Final goods again classified into two. They are consumption goods and capital goods. Consumption goods again classified into two. They are durable goods and non-durable goods. Depreciation or consumption of fixed capital അഥവാ തേയ്മാനം. Loss of value of capital goods due to wear and tear in the production process is called depreciation. തുടർച്ചയായ ഉപയോഗം മൂലം മൂലധന വസ്തുക്കൾക്കുണ്ടാകുന്ന മൂല്യശോഷണത്തെ തേയ്മാനം എന്ന് പറയുന്നു.
തുടർച്ചയായ ഉപയോഗം മൂലം ഒരു യന്ത്രത്തിന് തേയ്മാനം സംഭവിച്ച ചിത്രം നിങ്ങൾക്ക് കാണാം. സ്റ്റോക്സ് അഥവാ ശേഖരങ്ങൾ. സ്റ്റോക്ക് ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് an economic variables measured at a particular point of time. ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരമാണ് ശേഖരം. ഫ്ലോസ് അഥവാ പ്രവാഹങ്ങൾ. ഫ്ലോസ് ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇക്കണോമിക് വേരിയബിൾ which can be measured over a specific period of time. ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരമാണ് പ്രവാഹം. ഇനി നമുക്ക് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് ഇവയ്ക്കുള്ള ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്യാപിറ്റൽ, വെൽത്ത്, മൂലധനം, സമ്പത്ത് ഇവയെല്ലാം ഒരു നിശ്ചിത സമയ ബിന്ദുവിലാണ് നാം അളക്കുന്നത്. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് മണി, വാട്ടർ ഇൻ എ ടാങ്ക്, വാട്ടർ ഇൻ എ റിസർവോയർ ഇവയെല്ലാം ഒരു നിശ്ചിത സമയ ബിന്ദുവിലാണ് നാം അളക്കാറുള്ളത്. അതിനാൽ തന്നെ ഇവയെല്ലാം സ്റ്റോക്സിന് അഥവാ ശേഖരങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഫ്ലോസ് അഥവാ പ്രവാഹങ്ങൾക്കുള്ള ഉദാഹരണം നോക്കാം. ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻകം, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഇവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ മാത്രമാണ് നാം അളക്കുന്നത്. ഒരു പുഴയിലുള്ള വെള്ളമായാലും വാട്ടർ ഫ്ലോ ത്രൂ എ വാട്ടർ ടാപ്പ്, ഒരു ടാപ്പിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളമായാലും ഇവയെല്ലാം ഒരു നിശ്ചിത സമയമെടുത്താണ് നാം പരിശോധിക്കുന്നത്. ആയതിനാൽ ഇവയെല്ലാം തന്നെ ഫ്ലോസ് അഥവാ പ്രവാഹങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെന്ന് നോക്കാം. All the capital goods produced in a year do not constitute an addition to the capital stock already existing. A significant part of current output of capital goods goes for the replacement or maintenance of the existing stock of capital goods. This is because the already existing capital stock suffers wear and tear and needs maintenance and replacement. To get an exact measure of capital goods produced in a year, we have to find net investment. Net investment is equal to gross investment minus depreciation. വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയ ഓരോ കോൺസെപ്റ്റും വളരെ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമ്മൾ ഒരു ലളിതമായ സമ്പദ് വ്യവസ്ഥയിൽ, ഒരു സിമ്പിൾ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇതാണ് പരിശോധിക്കുന്നത്. ഒരു സിമ്പിൾ ഇക്കോണമിയിലാകെ രണ്ട് സെക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ഫേം സെക്ടറാണ് അഥവാ ഉൽപാദന മേഖലയാണ്. അടുത്തത് ഹൗസ് ഹോൾഡ് സെക്ടറാണ് അഥവാ ഗാർഹിക മേഖലയാണ്. ഈ രണ്ട് മേഖലകളിലുള്ള വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹമാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ ഫേം സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആരാ നൽകുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറാണ് നൽകുന്നത്. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ഉൽപാദന മേഖലയിലേക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ പ്രവഹിക്കുന്നു. ഇത് ലാൻഡിൻ്റെ രൂപത്തിൽ, ലേബറിൻ്റെ രൂപത്തിൽ എല്ലാ ഫാക്ടേഴ്സും അവയുടേതായ ഒറിജിനൽ രൂപത്തിലാണ് വരുന്നത്. എങ്കിൽ ഇവയെ നമുക്ക് റിയൽ ഫ്ലോ എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം ഇവിടെയുള്ള ഫേം സെക്ടർ അവർക്ക് ലഭിച്ചിട്ടുള്ള ഫാക്ടർ സർവീസിന് പേയ്മെൻറ്റ് കൊടുക്കണം, റിവാർഡ് കൊടുക്കണം ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക്. ഈ പ്രവാഹമാണ് രണ്ടാമത്തെ പ്രവാഹമായിട്ട് നാം ഇവിടെ വരച്ചിരിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഉൽപാദന മേഖലയിൽ നിന്നും ഗാർഹിക മേഖലയിലേക്കാണ്. എന്തൊക്കെയായിട്ടാണ് കൊടുക്കുന്നത്? റെൻ്റായിട്ട്, വേജായിട്ട്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ട്, ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റായിട്ട് ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്നും? യെസ്, ഫേം സെക്ടറിൽ നിന്നും. എന്തിൻ്റെ രൂപത്തിലാണ് റെൻറ്റ് കൊടുത്തിരിക്കുന്നത്? ക്യാഷിൻ്റെ രൂപത്തിലാണ്, പണത്തിൻ്റെ രൂപത്തിലാണ്. വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റൊക്കെ ഏതിൻ്റെ രൂപത്തിൽ തന്നെയാണ് കൊടുത്തത്?
പണത്തിൻ്റെ രൂപത്തിലാണ് എങ്കിൽ ഈ ഫ്ലോ എന്താണ്? മണി ഫ്ലോയാണ്. ഈ ഫ്ലോ എന്തിനെയാണ് കാണിക്കുന്നത്? മണി ഫ്ലോയെയാണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഫേം ഉൽപ്പാദിപ്പിച്ചു. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ആർക്കാണ് കൊടുക്കുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറിനാണ് കൊടുക്കുന്നത്. ഹൗസ് ഹോൾഡ് സെക്ടറാണ് ഫേം സെക്ടർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം ഫേം സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റേതായ അതേ രൂപത്തിൽ സാധനമായിട്ടും സേവനമായിട്ടും ഒഴുകുകയാണ്. സോ ഹിയർ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ് സെക്ടർ. ഇത് ഏത് ഫ്ലോയാണ് കാണിക്കുന്നത്? റിയൽ ഫ്ലോയാണ്. കാരണം ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും അതേ രൂപത്തിലാണ് അത് ഒഴുകുന്നത്. ഓക്കെ, ഇങ്ങനെ ഹൗസ് ഹോൾഡ് സെക്ടറിന് സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം ഉൽപ്പാദന മേഖലയ്ക്ക് ഫേം സെക്ടറിന് കൊടുക്കണം. ഇതാണ് അടുത്ത പ്രവാഹം. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ഫേം സെക്ടറിലേക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. സോ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. പേയ്മെൻറ്റ് ഏത് രൂപത്തിലാണ് കൊടുക്കുക? പണത്തിൻ്റെ രൂപത്തിലാണ് കൊടുക്കുക. എങ്കിൽ ഈ ഫ്ലോ, നാലാമത്തെ ഫ്ലോ എന്തിനെയാണ് കാണിക്കുന്നത്? മണി ഫ്ലോയെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാക്രിക പ്രവാഹമാണ് ടു സെക്ടർ ഇക്കോണമിയിൽ, ഒരു സിമ്പിൾ ഇക്കോണമിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. പരീക്ഷയ്ക്ക് മിക്കവാറും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ചിത്രമാണ് ഇത്. വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ടു സെക്ടർ ഇക്കോണമിയിലുള്ള സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ ഞാൻ പിറകെ ഇടുന്നുണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ ഇക്കോണമി. In a simple economy, there are 2 sectors, namely firms and households. Households provides services like land, labor, capital, and entrepreneur to the firm sector. Since the factor services are in the original form, it represents real flow. For the factor services, firms make factor payments to the households in the form of rent, wage, interest, and profits. This represents money flow since the payments are made in the form of money. Produced goods and services are sold by the firms to the households in its real form. Since this represents a real flow, households makes the payment to the firms for the goods and services they received. The payments are made in the form of money. It represents money flow. ഈ ക്ലാസ് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം. ഗുഡ് ബൈ.